ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഓർ ആർട്ടിക്കിൾസ്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, ഇതൊക്കെയാണ്. ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരു ഗ്രാമർ സെക്ഷനാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വേർഡ്സ് ദാറ്റ് യൂസ് ബിഫോർ നൗൺസ്. നൗണിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് എ, ആൻഡ്, ദി, ദ എന്ന് പറയാറില്ലേ, 3 വേർഡ്സ്, എ, ആൻഡ്, ദ. അപ്പം ഈ 3 നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾസ് തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഇൻഡെഫിനിറ്റ് ആൻഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എ ആൻഡ് ആൻ ആണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യത്തെ വിശേഷിപ്പിക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 വേർഡാണ് എ ഓർ ആൻ. നമ്മൾ ഡെഫിനിറ്റ് ആയിട്ട് ഒരു കാര്യത്തിൽ കൃത്യത, സ്പെസിഫിക് ആയിട്ട് ഡെഫിനിറ്റ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ അവിടെ നമുക്ക് ദ യൂസ് ചെയ്യാം. ദി കാർ, ദി ഓസ്കാർ, ദി അമേരിക്കൻ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഐഡിയ ഉള്ള കാര്യങ്ങൾക്ക് നമുക്ക് ദ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഫോർ ദി ഫസ്റ്റ് ടൈം, സംതിങ് ജനറിക് ഓർ സംതിങ് മെൻഷൻഡ് ഫോർ ദി ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്കതിനെ എ ഓർ ആൻ വെച്ച് ഡിനോട്ട് ചെയ്യാറാണ് പതിവ്. എ ഓർ ആൻ, എ ആൻഡ് ആൻ യൂസസ് ഓഫ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിന്റെ എ ആൻഡ് ആനിൽ നമുക്ക് എന്തൊക്കെയാണ് റൂൾസ്, എവിടെയൊക്കെയാണ് എ ആൻഡ് ആൻ വരുന്നത് നമുക്ക് നോക്കാം. ദ ആർട്ടിക്കിൾ എ ഈസ് യൂസ്ഡ് ബിഫോർ സിംഗുലർ കൗണ്ടബിൾ nouns which begins with consonant sounds. എ സാധാരണ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ. ഇപ്പം ഹീ ഈസ് എ ടീച്ചർ, ഒരാളെ കുറിച്ച് പറയുക സിംഗുലർ ആയിട്ട്, ഹീ ഈസ് എ ടീച്ചർ. അന്നേരം നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് അറിയാം അത് ഒരാളെ കുറിച്ച് പറയുന്നത്. അപ്പം അവിടെ എ ആണ് വരുന്നത്. ഇപ്പം സിംഗുലർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ കൗണ്ടബിൾ, എണ്ണാൻ സാധിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ വിച്ച് ബിഗിൻസ് വിത്ത് കോൺസണന്റ് സൗണ്ട്സ്. കോൺസണന്റ് സൗണ്ട്സ് ആൻഡ് വവൽ സൗണ്ട്സ് ഇവിടെ കണ്ടോ. അപ്പം ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ച് വരുന്നത് ആൻ എന്ന് പറയുന്ന വേർഡ്, ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിള് സാധാരണ വവൽ സൗണ്ട്സിന്റെ ഫ്രണ്ടിലാണ് വരാറുള്ളത്. ഇപ്പം ആൻ ആപ്പിൾ അല്ലേ, ആൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ ആപ്പിളിന്റെ തുടക്കത്തിൽ എ ആയതുകൊണ്ടാണ് ആൻ ആക്ടർ, ആക്ടറിന്റെ ഫസ്റ്റ് ലെറ്റർ എ ആയതുകൊണ്ടാണ് അവിടെ ആൻ വരുന്നത് എന്നാണ് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നത്. പക്ഷെ അതല്ല, നമ്മൾ ഫസ്റ്റ് ലെറ്റർ നോക്കിയല്ല ഒരിക്കലും നമ്മൾ ആൻ അവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അത് നമ്മൾ വവൽ സൗണ്ട്സ് വെച്ചിട്ടാണ്. ഇപ്പം വവൽ ലെറ്റേഴ്സ് ആയിട്ടുള്ള എ, ഇ, ഐ, ഒ, യു ഇതൊക്കെയാണുള്ള വവൽ ലെറ്റേഴ്സ്. അപ്പം ഇതിൻ്റെ സൗണ്ട് ഇപ്പം ഏതെങ്കിലും ഒരു ലെറ്ററിന് തുടക്കത്തിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആൻ യൂസ് ചെയ്യാം. ഇപ്പം ഹീ ഈസ് ആൻ ആക്ടർ, ഇവിടെ എ വന്നത് കൊണ്ടല്ല ആൻ വന്നത്, പകരം ഇത് പ്രൊനൗൺസ് ചെയ്ത് നമ്മൾ നോക്കുക, ആക്ടർ, ആയാണ് ആദ്യം വരുന്നത്. എന്നിട്ട് നമ്മൾ വവൽ സൗണ്ട്സ് നോക്കി, എ, ഇ, ഐ, ഒ, യു, ആ എവിടെ വരുമല്ലേ, അപ്പം അവിടെ നമ്മൾ ആൻ യൂസ് ചെയ്യാം. ഇപ്പം ഇവിടെ നോക്കുക, ഷി ഡിഡ്ന്റ് ഗെറ്റ് ആൻ ഇൻവിറ്റേഷൻ. അപ്പം ഇവിടെ ഐ, എ, ഇ, ഐ ലെറ്ററിൽ ഐ വന്നത് കൊണ്ടല്ല, പകരം ഇത് പ്രൊനൗൺസ് ചെയ്യുക ഇൻവിറ്റേഷൻ, ഇ വന്നു തുടക്കത്തിൽ. ഇൻവിറ്റേഷൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള സൗണ്ട് വവൽ സൗണ്ടാണ്, അതുപോലെ തന്നെ വവൽ ലെറ്ററും ആണ്. അതല്ല മെയിനായിട്ട് നോക്കേണ്ടത്, നമ്മൾ വവൽ സൗണ്ട് ആണ് നോക്കുന്നത്. ഇൻവിറ്റേഷൻ, ഇ. അപ്പം എ, ഇ, ഐ, ഒ, യുവിൽ രണ്ടാമത്തെ വവൽ സൗണ്ട് എന്ന് പറയുന്നത് ഇ ആണ്. അപ്പോൾ അവിടെയാണ് ആൻ വരുന്നത്. ഐ സോ ആൻ ഈഗിൾ അറ്റ് ദി സൂ. ഇപ്പം ഈ അല്ല നമ്മൾ നോക്കേണ്ടത്, ഈഗിൾ എന്ന് പറയുന്നതിൻ്റെ തുടക്കത്തിലുള്ള സൗണ്ട് ഇ ആണ്, അതുകൊണ്ടാണ് അവിടെ ആൻ വന്നത്. അപ്പം അതാണ് ആനിൻ്റെ കണ്ടീഷൻസ്. എന്ന് വെച്ചാൽ വവൽ സൗണ്ടിന് മുന്നേ, വവൽ ലെറ്റേഴ്സ് അല്ല, വവൽ സൗണ്ടിന് മുന്നേ ആണ് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വവൽ സൗണ്ട്സ് അല്ലാത്ത, വവൽ ലെറ്റേഴ്സ് അല്ലാത്ത സൗണ്ട്സ്, ഇപ്പം ട്, ക, സ് തുടങ്ങിയ വവൽ സൗണ്ട് മാറ്റി നിർത്തിയ ബാക്കിയുള്ള സൗണ്ടുകളെല്ലാം അറിയപ്പെടുന്ന പേരാണ് കോൺസണന്റ് സൗണ്ട്സ്. ഇങ്ങനെ ഒരു, ശരിക്കും നിങ്ങളുടെ ഈ നേരത്തെ സിലബസിൽ ഫൈൻ ട്യൂണിന് മുന്നേ ഉള്ള സിലബസിൽ കോൺസണന്റ് സൗണ്ട്സ്, വവൽ സൗണ്ട്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കത് എടുത്ത് കളഞ്ഞത് വളരെ നഷ്ടമാണ്. അതിനെക്കുറിച്ചൊക്കെ ഒരു ഗ്രാഹ്യം ഉണ്ടാവുമായിരുന്നു. അപ്പം കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറയുന്നത് വവൽ സൗണ്ട്സിനെ അപേക്ഷിച്ച് ബാക്കിയുള്ള സൗണ്ടുകളാണ്. ഹി ഈസ് എ ടീച്ചർ, ഇപ്പം ട് ആണ് ഉള്ളത്, ടീച്ചറിൻ്റെ ട്. അപ്പോൾ അവിടെ എ വന്നു. ഷി ഡസൻറ്റ് ഓൺ എ കാർ, ഖാർ, അപ്പം എ അവിടെ വന്നു.
I saw a bear at the zoo. ബ്. അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഒരിക്കലും മാറിപ്പോകരുത്. നമ്മൾ ഒരിക്കലും വൊവൽ ലെറ്റേഴ്സ് വെച്ചല്ല നമ്മൾ ആനിനെ അവിടെ പ്ലേസ് ചെയ്യുന്നത്. പകരം വൊവൽ സൗണ്ട് ഒരു ലെറ്ററിന്റെ തുടക്കത്തിൽ ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ആൻ യൂസ് ചെയ്യേണ്ടത്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. തേർഡ് റൂൾ എന്ന് പറയുന്നത് എ ഓർ ആൻ കനോട്ട് ബി യൂസ്ഡ് വിത്ത് പ്ലൂറൽ നൗൺസ്. പ്ലൂറൽ ആയിട്ടുള്ള ഒന്നിലധികം ആൾ ഉണ്ടെങ്കിൽ, ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എ ഓർ ആൻ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഐ സോ എ ബെയേഴ്സ് ഇൻ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. അവിടെ എ എന്ന് പറയുന്നതിൻ്റെ ആവശ്യമില്ല. ഐ സോ ബെയേഴ്സ് ഇൻ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് ആണ് കറക്റ്റ്. അപ്പോൾ പ്ലൂറൽ ആയിട്ടുള്ളതിൻ്റെ കൂടെ എ ഓർ ആൻ വരത്തില്ല. ഇഫ് ദർ ഈസ് ആൻ അഡ്ജക്റ്റീവ് ആഡ്വേർബ് കോമ്പിനേഷൻ ബിഫോർ ദി നൗൺ, എ ഓർ ആൻ ഷുഡ് അഗ്രി വിത്ത് ദ ഫസ്റ്റ് സൗണ്ട് ഇൻ ദി അഡ്ജക്റ്റീവ് ഓർ ദി ആഡ്വേർബ്. ഇപ്പം ഒരു അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വേർബ് ഇതൊക്കെ നമ്മൾ നോക്കിയതല്ലേ. ഈ ഒരു സെൻറ്റൻസിൻ്റെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടീച്ചറിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ് എക്സലൻ്റ് എന്ന് പറയും. അപ്പോൾ അതാണ് അഡ്ജക്റ്റീവ് എക്സലൻ്റ്. അപ്പോൾ എക്സലൻറ്റിൻ്റെ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. എന്തിന്? ആർട്ടിക്കിൾ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പം എക്സലൻ്റ് ആ അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അഡ്ജക്റ്റീവിൻ്റെ ഫസ്റ്റ് സൗണ്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഇ ആണ്, ഈ ഒരു വവൽ സൗണ്ട് ആണെന്ന് അറിയാം. എന്നിരുന്നാൽ കൂടെ നമ്മൾ അത് സ്പെല്ല് ചെയ്ത് നോക്കണം. എക്സലൻ്റ്, എ. ഇപ്പം എ ഇ ഐ ഒ യുടെ ആദ്യത്തെ വവൽ സൗണ്ടാണ് എ. അതുകൊണ്ട് അവിടെ ആൻ വന്നു. ഐ സോ എ റിയലി ബ്യൂട്ടിഫുൾ ഈഗിൾ അറ്റ് ദി സൂ. ഐ സോ എ എന്ന് പറയുന്നത് ഒരിക്കലും വവൽ സൗണ്ടിൽ വരുന്നതല്ല, അത് കോൺസണൻ്റ് ആണ്. വവൽ സൗണ്ട് അല്ലാത്തതെല്ലാം കോൺസണൻ്റ് ആണെന്ന് തൽക്കാലം ഞാൻ പറഞ്ഞു, അത് ഡീപ്പായിട്ട് പറയുന്നില്ല. അപ്പോൾ ആണ് വരുന്നത്. ഐ സോ എ റിയലി ബ്യൂട്ടിഫുൾ ഈഗിൾ അറ്റ് ദി സൂ. അപ്പം അവിടെ എ വന്നു. അഞ്ചാമത്, യൂസ് എ ബിഫോർ വേർഡ്സ് സച്ച് ആസ് യൂറോപ്യൻ ഓർ യൂണിവേഴ്സിറ്റി വിച്ച് സൗണ്ട് ലൈക്ക് they start with a consonant even if the first letter is a vowel. She has a euro. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരിക്കലും വൊവൽ ലെറ്റർ അല്ല നോക്കേണ്ടത്, വൊവൽ സൗണ്ട് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് എന്ന് പറയുകയുണ്ടായി. അപ്പം യൂസ് എ ബിഫോർ. ഇപ്പം യൂറോപ്യൻ എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് ലെറ്റർ കണ്ടോ, നമ്മൾ ചെറുപ്പം മുതലേ ഒരു തെറ്റ് പഠിച്ചു വരുന്നതാണത്. ഇ ആണ്, ഈ ഒരു വൊവൽ സൗണ്ട് ആണ്, വൊവൽ ലെറ്റർ ആണ്. ഇയും യു, എ ഇ ഐ ഒ യു. പക്ഷെ അത് പ്രൊണൗൺസ് ചെയ്യുമ്പം യൂറോപ്യൻ, യു ആണ് വരുന്നത്. യൂറോപ്യൻ. അപ്പം അത് ഒരു കോൺസണന്റ് സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് എ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി, അവിടെ ആണ് വരുന്നത്. യൂണിവേഴ്സിറ്റി. അപ്പം അവിടെ നമ്മൾ എ ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ യൂറോ, ഷീ ഹാസ് എ യൂറോ, ആണ് വരുന്നത്. അത് ഒരിക്കലും വവൽ സൗണ്ടിൻ്റെ അകത്തുള്ളതല്ല. അതുകൊണ്ട് തന്നെ അത് എ ആണ് അവിടെയും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൺ, ദാറ്റ് നമ്പർ ഈസ് എ വൺ. എന്ന് പറയുന്നത് കോൺസണൻ്റ് ആണ്. അതുകൊണ്ട് എ അവിടെ വന്നു. യൂസ് ആൻ ബിഫോർ വേർഡ് സച്ചസ്. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആ ഒരു ബേസിക് ഐഡിയ മനസ്സിലായാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ വവൽ ലെറ്റേഴ്സ് അല്ല, വവൽ സൗണ്ട് ആണ് നമ്മൾക്ക് നോക്കേണ്ടത്. യൂസ് ആൻ ബിഫോർ വേർഡ്സ് സച്ചസ് അവർ which sounds like they start with an vowel even if the first letter is a. First letter is a consonant. അപ്പം ഇവിടെ നോക്കുക, ഇവിടെ ഒരിക്കലും ആൻ ഹവർ എന്നാണ് മിക്ക ആൾക്കാരും പ്രൊണൗൺസ് ചെയ്യുന്നത്. ഒരിക്കലും ഹവർ അല്ല, അവർ. അപ്പം എച്ച് ആണ് ഇവിടെ ആദ്യത്തെ ലെറ്റർ. അപ്പം സാധാരണ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ലെറ്റർ വെച്ചല്ല നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്, പ്രൊണൗൺസിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ എയും ആനും പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അപ്പം നമ്മൾ ചില വേർഡ്സിൻ്റെ ഒക്കെ പ്രൊണൗൺസിയേഷൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് സാരം. ഹവർ എന്നൊരിക്കലും പ്രൊണൗൺസ് ചെയ്യത്തില്ല. അപ്പം ഹവർ എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നതിന് ആദ്യത്തെ വവൽ സൗണ്ട് എന്ന് പറയുന്നത് ഹായാണ്. അപ്പോൾ ഹായുടെ കൂടെ എപ്പോഴും എ ആണ് വരുന്നത്. പക്ഷെ ഹവർ അല്ല പ്രൊണൗൺസിയേഷൻ, ആണ്. അപ്പം ആയുടെ കൂടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വവൽ സൗണ്ട് ആണ് വരുന്നത്. അപ്പം ആൻ അവർ. അതുപോലെ തന്നെ ഓൾസോ യൂസ് ആൻ ബിഫോർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് വിച്ച് സൗണ്ട്സ് ലൈക്ക് ദേ ബിഗിൻ വിത്ത് എ വവൽ സച്ച് ആസ് എഫ്.
also use and before letters and numbers which sound like they begin with a vowel such as F. Does this name begin with an F? ഓക്കെ. അപ്പം എഫ് എന്ന് പറയുന്ന ഒരു സൗണ്ട് ആദ്യം വരുവാണെങ്കിൽ നമ്മൾ അവിടെ ആൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇത് ഈ ഒരു സെന്റൻസ് നോക്കുക. ഡസ് ദിസ് നെയിം ബിഗിൻ വിത്ത് ആൻ എഫ്? വിത്ത് എ എഫ് എന്നല്ല പറയും. എഫ് എന്ന് പറയുന്നത് കോൺസണന്റ് ആണ്, അത് വവൽ സൗണ്ടിൽ വരുന്നതല്ല. പക്ഷെ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എഫ് എ ആണ് ആദ്യം വരുന്നത്. എഫ് എ. അപ്പൊ എ ഇ ഐയുടെ ആദ്യത്തെ സൗണ്ട് തന്നെ എ ആണ്, അതുകൊണ്ട് അവിടെ ആൻ വന്നു. എഫ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ എഫിന്റെ സൗണ്ട് എ ആണ്, എഫ് എ. അപ്പൊ ആൻ എഫ്. ഐ ഓൺലി ഹാവ് ആൻ അവർ ഫോർ ലഞ്ച്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ. In English, some nouns are considered uncountable, such as information, air, advice, salt, and fun. We do not use a or an with uncountable nouns. അപ്പം നമുക്ക് എണ്ണാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് ഇൻഫർമേഷൻ, അറിവ്, എയർ, വായു, അഡ്വൈസ്, ഉപദേശം, ഉപ്പ്, ഇത് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് എണ്ണാൻ സാധിക്കും, അൺകൗണ്ടബിൾ nouns ആണ്. സോ we do not use a or an with uncountable nouns. Example, she gives a good advice എന്ന് പറയുന്നത് തെറ്റാണ്. കൗണ്ടബിൾ ആയിട്ടുള്ള കാര്യത്തിനാണ്, നമ്മൾ എണ്ണാൻ സാധിക്കുന്ന കാര്യത്തിന് മാത്രമേ എ ഓർ ആൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഷി ഗീവ്സ് ഗുഡ് അഡ്വൈസ്, അത് മാത്രം മതി. എക്സസൈസസ് നോക്കുക. ഫിൽ ദ ഗ്യാപ്സ് വിത്ത് എ ഓർ ആൻ. ഫസ്റ്റ് സെന്റൻസിൽ there is dash hourly bus from here. അത് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ആയാണ്, ഹവർ എന്നല്ല പറയുന്നത്, ആണ് വരുന്നത്. അപ്പൊ വരുന്നതുകൊണ്ട് തന്നെ അത് വവൽ സൗണ്ട് ആണ്, അതുകൊണ്ട് ആൻ ആണ് വരുന്നത്. There is an hourly bus from here to the capital. They live in one dash. They live in, ഇവിടെയാണ് രണ്ടും. They live in dash one room hut. They live in a one room hut. വണ്ണിന്റെ ഫസ്റ്റ് സൗണ്ട് എന്ന് പറയുന്നത് വായാണ്, അതുകൊണ്ട് എ ആണ് വരുന്നത്. ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ. ഇറ്റ് വാസ് യു ആണ് വരുന്നത്. യു അതൊരിക്കലും വവൽ സൗണ്ട് അല്ല, അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എ. ദ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ ഇയേഴ്സ് ടൈം. ഇയർ ആണ് ഇയേഴ്സിന്റെ ഫസ്റ്റ് വവൽ സൗണ്ട് വരുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ എ ആണ് വരുന്നത്. There was accident. എന്ന് പറയുമ്പോൾ വവൽ സൗണ്ട് ആണ്. There was an accident near the post office. ലോറിയുടെ ഒന്ന് സ്പെൽ ചെയ്ത് നോക്കിയേ. ല് ആണ് ആദ്യം വരുന്നത്. അപ്പൊ എ ലോറി ഹിറ്റ് a car and several persons in the car were injured. Dash fox saw. A fox saw അല്ലേ? എന്ന് പറയുന്നത് കോൺസണന്റ് ആണ്, വവൽ സൗണ്ട് അല്ല. ഇനിയും അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. അത് മനസ്സിലാക്കിയ ഏറ്റവും നന്നായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ഇതാ. എ ഫോക്സ് സോ എ ക്രോ സിറ്റിംഗ് ഓൺ ദി ട്രീ വിത്ത് എ പീസ്. അപ്പം ഫോക്സിന്റെ ആദ്യം വരുന്നതുകൊണ്ട് എ വന്നു, ക്രോയുടെ ആദ്യം വരുന്നതുകൊണ്ട് എ വന്നു, പീസിന്റെ ആദ്യം വരുന്നതുകൊണ്ട് പീസ് വന്നു. സ്പെയിൻ ഈസ് യൂറോപ്യൻ, ആണ് ആദ്യം വരുന്നത്, അതുകൊണ്ട് തന്നെ എ യൂറോപ്യൻ. അതുപോലെ ഇത് മൂന്നെണ്ണം നോക്കുക. ഈ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറക്റ്റ് ദി സെന്റൻസസ്. ഈ സെന്റൻസസ് കറക്റ്റ് ചെയ്യാനുള്ളതാണ്. ലാസ്റ്റ് സൺഡേ മൈ ഹസ്ബൻഡ് ടുക്ക് മീ ടു ദ ഗുഡ് റെസ്റ്റോറൻറ്റ്. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യുക. ലാസ്റ്റ് സൺഡേ മൈ ഹസ്ബൻഡ് ടുക്ക് മീ ടു, ഇവിടെ ഗൂഗിൾ തന്നെ ഇത് അടിയിൽ ബ്ലൂ ലെറ്റർ കാണിച്ചിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് സൺഡേ my husband took me to a good restaurant. എന്ന് മതി. I live in the small apartment in the suburbs. I live in a small. in a ആണ്, ഇത് അല്ല വേണ്ടത്. There is a park near my school. അതാണ് ആ സെന്റൻസ്, തേർഡ് സെന്റൻസിൽ വരുന്നത്. Remember a movie we watched last week. റിമെമ്പർ
എ മൂവി അല്ല, അത് നമുക്കറിയാം. ആ മൂവി ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ റിമെമ്പർ ദി മൂവിയാണ്. ഷീ ഫിനിഷ്ഡ് ഹെർ ലഞ്ച് ഇൻ എ ഹറി. ദ അല്ല. ഇപ്പം ഗൂഗിൾ തന്നെ നോക്കുമ്പോൾ കണ്ടോ, എ അങ്ങനെ കറക്റ്റ് ചെയ്ത് നോക്കുക. അപ്പം അതാണ് കറക്റ്റ്. അടുത്തത് 14th വൺ, ദി ആർട്ടിക്കിൾസ്. സ്പെസിഫിക് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ദ വെച്ച് പറയുന്നതെന്ന് പറയണ്ടേ. അപ്പം ഡെഫിനിറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെയാണ് ദ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് യൂസ് ദ ടു റിഫർ ടു സംതിങ് വിച്ച് ഹാസ് ഓൾറെഡി ബീൻ മെൻഷൻഡ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ കാര്യം അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ദ പറയാം. ഐ വാസ് വാക്കിംഗ് പാസ്റ്റ് ബെന്നീസ് ബേക്കറി വെൻ ഐ ഡിസൈഡഡ് ടു ഗോ ഇൻ ടു ദ ബേക്കറി ടു ഗെറ്റ് സം ബ്രെഡ്. അപ്പോൾ സംതിങ് ഒന്ന് മെൻഷൻ ചെയ്തതാണ്. ബെന്നീസ് ബേക്കറിയുടെ കാര്യമാണ്. ഞാൻ ഐ വാസ് വാക്കിംഗ് പാസ്റ്റ് ബെന്നീസ് ബേക്കറി വെൻ ഐ ഡിസൈഡഡ് ടു ഗോ ഇൻ ടു ദ. അപ്പം ഞാൻ ബെന്നീസിൻ്റെ ബേക്കറിയുടെ സൈഡിൽ കൂടെ നടക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ ആ ബേക്കറിയിൽ നിന്ന് കുറച്ച് ബ്രെഡ് മേടിച്ചു. അപ്പം ആ ബേക്കറി നമ്മൾ ഏത് ബേക്കറിയാണെന്ന് നമുക്കറിയാം, ബെന്നിയുടെ ബേക്കറിയാണ്. അതുകൊണ്ട് നമുക്കവിടെ ദ, അത്രയും കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്കവിടെ ദ യൂസ് ചെയ്യാം. സ്പെസിഫിക് ആണ്, ഡെഫിനിറ്റ് ആയിട്ട് നമുക്ക്. അതുപോലെ തന്നെ സെക്കൻഡ് റൂൾ നമുക്ക് നോക്കാം. യൂസ് ദ ഇൻ സെൻറ്റൻസസ് ഓഫ് ക്ലൗസസ് വേർ യു ഡിഫൈൻ ഓർ ഐഡൻറ്റിഫൈ എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ നമ്മളിപ്പം കൃത്യമായിട്ട് നമുക്ക് ഒരാളെ കുറിച്ച് അറിയാം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് അറിയാം എങ്കിൽ നമുക്ക് അവിടെ ദ യൂസ് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ, ദ മാൻ ഹു റോട്ട് ദിസ് ബുക്ക് ഈസ് ഫേമസ്. അപ്പം ദ മാൻ ഹു റോട്ട് ദിസ് ബുക്ക് ഈസ് ഫേമസ്. ഈ ബുക്ക് എഴുതിയ മനുഷ്യൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം മനുഷ്യനെ കുറിച്ച് അറിയാം, അതുകൊണ്ട് അദ്ദേഹം ഫേമസ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദി മാൻ എന്ന് നമുക്ക് അവിടെ സ്പെസിഫിക് ആയിട്ട് പർട്ടിക്കുലർ ആയിട്ട് ആ മാൻ, അദ്ദേഹത്തെ കുറിച്ച് മാത്രം നമ്മൾ പറയാം. ഹി ഈസ് ദി ഡോക്ടർ ഐ കെയിം ടു സീ. അപ്പൊ ഹി ഈസ് ദ ഡോക്ടർ, ആ വരുന്ന ഡോക്ടറാണ്. ഹി ഈസ് ദ ഡോക്ടർ ഐ കെയിം ടു സീ, ആ ഡോക്ടറിനെ കാണാനാണ് ഞാൻ വന്നത്. അപ്പോൾ ആ ഡോക്ടർ ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഡെഫിനറ്റ് ആയിട്ട് നമുക്കറിയാം, ഐഡന്റിഫൈ ചെയ്യാനും സാധിച്ചു. അതുകൊണ്ട് നമുക്ക് ദ എന്ന് വിശേഷിപ്പിക്കാം. യൂസ് ദ ടു റെഫർ ടു പീപ്പിൾ ഓർ ഒബ്ജക്ട് ദാറ്റ് ആർ യുണീക്ക്. അപ്പം യുണീക്ക് ആയിട്ടുള്ള ആളുകളെ സൂചിപ്പിക്കാനും അതുപോലെ തന്നെ ഒബ്ജക്റ്റിനെ വിശേഷിപ്പിക്കാനും നമുക്ക് ദ യൂസ് ചെയ്യാം. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഹി ഈസ് എ യുണീക്ക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവൻ്റേതായ ക്വാളിറ്റീസ്, അവൻ്റേതായ വിശേഷത ഉണ്ടെങ്കിൽ ഹി ഈസ് യുണീക്ക് എന്ന് പറയാം. അതുപോലെ അത്രയും യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനും നമുക്ക് ദ യൂസ് ചെയ്യാം. ദ സൺ റോസ് അറ്റ് 6:17 this morning. Clouds drifted across the sky. അപ്പോൾ അതൊക്കെ ഒരു യുണീക്ക് ആയിട്ടുള്ള റെഫറൻസസ് ആണ്. അപ്പം അത് നമുക്ക് ദ വെച്ച് ഡിഫൈൻ ചെയ്യാം. യൂസ് ദ ബിഫോർ സൂപ്പർലേറ്റീവ്സ് ആൻഡ് ഓർഡിനറി നമ്പേഴ്സ്. സൂപ്പർലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശേഷണം, ടോളസ്റ്റ്, ബിഗ്ഗസ്റ്റ്, സ്മോളസ്റ്റ്, ലാർജസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർലേറ്റീവ്സ് ആണ്. അപ്പം അത് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാണ്ടിറ്റി പറയുന്നതിനും ഓർഡിനറി നമ്പേഴ്സ് പറയുന്നതിനും നമുക്ക് ദ യൂസ് ചെയ്യാൻ സാധിക്കും. യു ആർ ദി ടോളസ്റ്റ് പേഴ്സൺ, സൂപ്പർലേറ്റീവിന് മുമ്പേ ദ. ഇറ്റ് ഈസ് ദ തേർഡ് ടൈം. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്പർ പറയുന്നതിന് മുമ്പ് ദ യൂസ് ചെയ്യണം. ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം, അതൊക്കെ. യൂസ് ദ വിത്ത് അഡ്ജക്റ്റീവ്സ് ടു റെഫർ ടു എ വോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സൂചിപ്പിക്കുന്നതിന് നമ്മൾ ദ പറയാറുണ്ട്. ദ ഫ്രഞ്ച് എൻജോയ് ചീസ്. ദ ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ ഫ്രഞ്ചുകാരെ കുറിച്ചാണ് പറയുന്നത്. ദ ഇന്ത്യൻസ്, ദ അമേരിക്കൻസ്, ദ ഇന്ത്യൻസ് വേർ സഫറിങ് കോവിഡ് ദിസ് വീക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യൻസ് കോവിഡ് കൊണ്ട് സഫർ ചെയ്യുകയാണ് ഈ ഒരു ആഴ്ച മുഴുവൻ. ദ ഇന്ത്യൻസ് എൻജോയ് ലിസണിങ് ടു ബോളിവുഡ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ദ ഇന്ത്യൻസ്, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകളെ സൂചിപ്പിക്കാനും നമുക്ക് ദ കൊണ്ട് പറ്റും. ഷീ ഹാസ് ഗിവൻ എ ലോട്ട് ഓഫ് മണി ടു ദി പുവർ. അപ്പം പാവപ്പെട്ട ആളുകളെ മുഴുവനും ദി എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വരുവാണ്. യൂസ് ദ വിത്ത് ഡിക്കേഡ്സ്. ഹി വാസ് ബോൺ ഇൻ ദി 70s. അതുപോലെ തന്നെ ഏതെങ്കിലും വർഷങ്ങൾ അല്ലെങ്കിൽ സെഞ്ചുറികളൊക്കെ സൂചിപ്പിക്കുന്നതിന് നമുക്ക് ദ യൂസ് ചെയ്യാം. ഹി വാസ് ബോൺ ഇൻ ദി 70s. 70 കാലഘട്ടങ്ങൾ പറയുവാൻ നമുക്കത് യൂസ് ചെയ്യാം. ദിസ് പെയിന്റിംഗ് ഈസ് ഫ്രം ദി 1820s എന്ന് പറയാം.
8-1 യൂസ് ദ വിത്ത് ക്ലൗസസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഒള്ളി. ഉള്ളി എന്ന് പറയുന്ന ഒരു വാക്ക് വരുവാണെങ്കിൽ അതിന് മുമ്പ് തന്നെ നമ്മൾ ദ യൂസ് ചെയ്യണം. അത് നിർബന്ധമാണ്. യു ആർ ദി ഒള്ളി പേഴ്സൺ. നീ മാത്രമാണ് ഏക മനുഷ്യൻ. ഹി വിൽ ലിസൺ ടു. അവൻ പറയുന്ന ഇത് കേൾക്കാൻ മനസ്സ് കാണിക്കുന്ന ഏക വ്യക്തി നീയാണ്. ദ ഒൺലി ടീ ഐ ലൈക്ക് ഈസ് ബ്ലാക്ക് ടീ. ഒള്ളി എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ദ വന്നിരിക്കണം. യൂസ് ദ വിത്ത് ദ നെയിം ഓഫ് geographical areas, rivers, mountain ranges, group of islands, canals and oceans. ഈ ഒരു കാറ്റഗറി ഓഫ് കാര്യങ്ങളിലെല്ലാം നമ്മൾ ദ യൂസ് ചെയ്യാറുണ്ട്. ദ ഗംഗ, ദ യമുന, ദ ഹിമാലയ. വി ആർ ട്രാവലിംഗ് ഇൻ ദി ആർട്ടിക്. ഇറ്റ് വാസ് ഗോ ഓൺ എ ക്രൂയിസ് ഡൗൺ ദ നൈൽ. അപ്പം ഓരോ പേരുകൾ യൂസ് ചെയ്യാൻ നമുക്ക് ദ യൂസ് ചെയ്യാം. യൂസ് ദ വിത്ത് കൺട്രീസ് ദാറ്റ് ഹാവ് പ്ലൂറൽ നെയിംസ്. പ്ലൂറൽ നെയിംസ് ഉള്ള കൺട്രീസ്. ഇപ്പം നെതർലാൻഡ്സ് എന്നാണ് പറയാറ്. ആഫ്രിക്കൻസ്, ഫിലിപ്പിയൻസ്, അതിനെല്ലാം ദ യൂസ് ചെയ്യണം. യൂസ് ദ വിത്ത് കൺട്രീസ് ദാറ്റ് ഇൻക്ലൂഡഡ് ദ വേർഡ്സ് റിപ്പബ്ലിക്, കിങ്ഡം, സ്റ്റേറ്റ്സ് ഇൻ ദർ നെയിംസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യങ്ങൾക്ക് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം എന്നൊക്കെ പറയുവാണെങ്കിൽ അതിന് മുമ്പ് ദി യുണൈറ്റഡ് കിങ്ഡം, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് വേണം പറയാൻ. റിപ്പബ്ലിക്, ദി റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്നൊക്കെ പറയാം. 12th one, use the with newspaper names. Newspaper name, the Malayalam Manorama, the Madhubhumi, the Guardian. She works for the New York Times. Use the with the names of famous buildings. അതുപോലെ ഫേമസ് ബിൽഡിങ്സിന് നമ്മൾ ദായാണ് യൂസ് ചെയ്യുന്നത്. ദ വിയറ്റ്നാം മെമ്മോറിയൽ, ദി മുംബൈ ഗേറ്റ്, ദി ഗ്ലോബ് എന്ന് പറയുന്നത് തിയേറ്ററാണ്. അപ്പോൾ അവിടുത്തെ ഒരു നാടകത്തിലെ കിങ് ലിയർ അവിടെ പോയി ഞാൻ കണ്ടു എന്ന് പറയുന്നതാണ്. ഐ സോ കിങ് ലിയർ അറ്റ് ദി ഗ്ലോബ്. യൂസ് ദ വിത്ത് ദ നെയിംസ് ഓഫ് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് അൺലെസ് ദേ ആർ. അതുപോലെ തന്നെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിനെല്ലാം നമ്മൾ ദ വേണം യൂസ് ചെയ്യാൻ. അറ്റ് ദി ഹിൽട്ടൺ, അറ്റ് ദി താജ് ഹോട്ടൽ, അറ്റ് ദി ഗോൾഡൻ ലയൺ. യൂസ് ദ വിത്ത് ദ നെയിംസ് ഓഫ് ഫാമിലി ബട്ട് നോട്ട് വിത്ത് ദ നെയിംസ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഒരാളെ നമ്മൾ ദ വെച്ച് യൂസ് ചെയ്യാറില്ല. പകരം നമ്മളൊരു ഫാമിലി, ഒരു കുടുംബത്തെ. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കുക. വി ആർ ഹാവിങ് ഡിന്നർ വിത്ത് ദി സ്മിത്സ് ടുനൈറ്റ്. അപ്പം ഞങ്ങൾ ഇന്ന് സ്മിത്തിൻ്റെ കുടുംബവുമായിട്ട് ഞങ്ങൾ ഇന്ന് ഡിന്നർ കഴിക്കുകയുണ്ടായി. ദ ബ്രൗൺസ് ആർ ഗോയിങ് ടു ദ പ്ലേ വിത്ത് അസ്. ബ്രൗൺസ് ഫാമിലിയിലുള്ള ആളുകളാണ് ഞങ്ങളുടെ കൂടെ ഇന്ന് കളിക്കാൻ പോകുന്നത്. അവരുമായിട്ട് ഞങ്ങൾ ഇന്നലെ എന്തോ ഗോൾഫോ അങ്ങനെ ക്രിക്കറ്റോ എന്തോ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ദ ബ്രൗൺസ്. അതൊക്കെ ഒരു ഫാമിലി റെഫറൻസ് ആണ്. ഫാമിലിയെ കുറിച്ച് പറയാനും നമ്മൾ ദയാണ് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ദ ഫോളോയിങ്. ദ ചൈനീസ് ഈസ് എ ഡിഫിക്കൽട്ട് ലാംഗ്വേജ്. എന്താണ് അവിടെ വരിക? ദി ചൈനീസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ചൈനീസ് ഈസ് എ ഡിഫിക്കൽട്ട് ലാംഗ്വേജ്. ദിസ് ചിൽഡ്രൻ പ്ലേ ക്രിക്കറ്റ്. ദ വേണ്ട. ഡു യു റീഡ് ദ ബൈബിൾ എവറി മോർണിംഗ്? Birds can fly very sky in the sky. Yesterday I went to jail to see the jailer. Yesterday I went to the jail. അങ്ങനെയാണ് പറയുന്നത്. ഒരു സ്ഥലമല്ലേ. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ തന്നെ ഇരുന്ന് ചെയ്യുക. ഇത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതിൽ ദ വരേണ്ട സ്ഥലം ഏതൊക്കെയാണെന്ന് നോക്കുക. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്കും കൂടെ പോവുകയാണ്. ചാപ്റ്റർ 15, ദ അഡ്ജക്റ്റീവ്. അപ്പം നമ്മൾ ആർട്ടിക്കിൾസ് 1 to എ ആൻഡ് ദ എങ്ങനെ യൂസ് ചെയ്യുക എന്ന് പഠിച്ചു. ദ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ. ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്ന എന്താണോ, ഒരു വേർഡാണോ, അതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്റർ. ആൻ അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ. അഡ്ജക്റ്റീവ് ക്യാൻ ഡിസ്ക്രൈബ് ഫീലിങ്സ് ഓർ ക്വാളിറ്റീസ്. ഇപ്പം ക്വാളിഫൈസ് എ നൗൺ, ഒരു നാമത്തെ വിശേഷിപ്പിക്കുക എന്ന് പറയും. എല്ലാവർക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്. അപ്പം ആ ഒരു ക്വാളിറ്റി, ഇപ്പോൾ ഒരാളുടെ ഹി ഈസ് ആൻ ഇന്നസെൻറ്റ് ബോയ്, അവന് നിഷ്കളങ്കനായ കുട്ടിയാണ് എന്ന് പറയുമ്പോൾ നിഷ്കളങ്കൻ എന്ന് പറയുന്നതാണ് അഡ്ജക്റ്റീവ്. അത് അവൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഹി ഈസ് എ ബ്രേവ് ബോയ്, അവനൊരു ധീരശാലിയാണ്, ബ്രേവ്. ഹി ഈസ് ആൻ ഇൻ്റലിജൻറ്റ്, ഷീ ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ഗേൾ, ഷീ ഈസ് എ സ്മാർട്ടർ വുമൺ, ഷീ ഈസ് ആൻ എക്സലൻറ്റ് പേഴ്സണാലിറ്റി, എക്സലൻറ്റ്, സ്മാർട്ടർ, ഇതൊക്കെയാണ് ഒരു ക്വാളിറ്റീസാണ് ഒരാളുടെ. അപ്പം അതുപോലെ തന്നെ
ഹി ഈസ് എ ലവ്ലി മാൻ, അതൊരു ഫീലിങ്സ് ആണ് അല്ലേ, അവളൊരു സ്നേഹവാനായിട്ടുള്ള ഒരു യുവാവാണ്. അപ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ഓരോരുത്തരുടെയും ഫീലിങ്സ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ ക്വാളിറ്റീസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഹി ഈസ് എ ലോൺലി മാൻ, അവനൊരു ഏകാന്തനായ മനുഷ്യനാണ്. ദേ ആർ ഹോണസ്റ്റ്, അവർ സത്യസന്ധരാണ്. അതൊക്കെയാണ് നമ്മുടെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ദേ ആർ ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധരായിട്ടുള്ള ആളുകളാണ്. അതുപോലെ ഹി ഈസ് എ ലോൺലി മാൻ, ലോൺലി ഏകാന്തമായിട്ടുള്ള, തനിച്ച് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊരു ഫീലിംഗ് ആണ് ഒരാളുടെ. അതാണ് അവിടെ അഡ്ജക്റ്റീവ്. സെക്കൻഡ് സെന്റൻസിൽ ദേ ആർ ഓണസ്റ്റ് എന്ന് പറയും, അവർ ഓണസ്റ്റ് ആണ്. ഇവിടെ നാമം എന്ന് പറയുന്നത്, നൗൺ എന്ന് പറയുന്നത് ദേ ആണ്, അവർ സത്യസന്ധരാണ്, ഹോണസ്റ്റ് ആണ്. ഹോണസ്റ്റ് ആണ് അവിടുത്തെ അഡ്ജക്റ്റീവ്, സംതിങ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ. അതുപോലെ തന്നെ ഗീവ് നാഷണാലിറ്റി ഓർ ഒറിജിൻ. എക്സാമ്പിൾ, ഐ ഹേർഡ് എ ഫ്രഞ്ച് സോങ്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ നാഷണാലിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ എവിടെ നിന്ന്, അതിൻ്റെ ഒറിജിൻ എന്താ, ഉത്ഭവം എവിടെ നിന്നാണ് അറിയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്ന പാട്ട് അതൊരു മലയാളം സോങ്ങാണ്, ഹിന്ദി സോങ്ങാണ്, അങ്ങനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കുന്നത് ഈ ഒരു അഡ്ജക്റ്റീവ് കൊണ്ടാണ്. ഐ ഹേർഡ് എ ഫ്രഞ്ച് സോങ്, ഞാൻ കേട്ട പാട്ടൊരു ഫ്രഞ്ച് പാട്ടാണ്, ഫ്രഞ്ച് ഗാനമാണ്. ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ ആ സോങ് എന്താണെന്ന്, അവിടുത്തെ ഒറിജിൻ, സോങ് എവിടെ നിന്ന് വന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഈ അഡ്ജക്റ്റീവ് കൊണ്ടാണ് സാധിച്ചത്. ദിസ് ക്ലോക്ക് ഈസ് ജർമ്മൻ, ഈ ക്ലോക്ക് ജർമ്മനാണ്. അപ്പോൾ ജർമ്മൻ എന്ന് പറയുന്നതാണ് അവിടുത്തെ അഡ്ജക്റ്റീവ്. ടെൽ മോർ അബൌട്ട് എ തിങ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ അഡ്ജക്റ്റീവ് കൊണ്ട് പറയാൻ സാധിക്കും. ദാറ്റ് ഈസ് എ ഫ്ലാഷി കാർ. അപ്പോൾ ദാറ്റ് ഈസ് എ ഫ്ലാഷി കാർ എന്ന് പറയുന്നതിൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫ്ലാഷി എന്നാണ്. അതുപോലെ തന്നെ ദ നൈഫ് ഈസ് ഷാർപ്പ്, കത്തി, ഈ കത്തി എന്ന് പറയുന്നത് വളരെ മൂർച്ചയേറിയതാണ്. ഇപ്പം മൂർച്ചയുള്ള കത്തി, അപ്പോൾ ഷാർപ്പാണ് അവിടെ നമ്മുടെ അഡ്ജക്റ്റീവായിട്ട്. അതുപോലെ ഫ്ലാഷി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫ്ലാഷായിട്ട് പോകില്ലേ, ഫ്ലാഷി കാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകുന്ന വണ്ടി. ഇപ്പോൾ സ്പീഡ് ലംബോർഗിനി തുടങ്ങി സ്പോർട്സ് കാറുകളൊക്കെ ഫ്ലാഷ്, നമ്മൾ കണ്ണിമ വെട്ടുന്നതിനിപ്പുറം മാഞ്ഞു പോകുന്ന വണ്ടികൾ. അപ്പോൾ ദാറ്റ് ഈസ് എ ഫ്ലാഷി കാർ, സ്പോർട്സ് കാർ. അപ്പം അത് ഒരു സ്പോർട്സ് കാർ ആണെന്ന് പറയുന്നതാണ് ഫ്ലാഷി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാഷി എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവാണ്. ടെൽ us about ഏജ്. അതുപോലെ തന്നെ ഒരാളുടെ ഏജ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ ഈ ഒരു അഡ്ജക്റ്റീവ് കൊണ്ട് സാധിക്കും, അഡ്ജക്റ്റീവ് വേർഡ്സ് കൊണ്ട് സാധിക്കും. ഹി ഈസ് എ യങ് മാൻ, അതുപോലെ തന്നെ യങ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവായി മാറുക. മൈ കോട്ട് ഈസ് ഓൾഡ്, എൻ്റെ കോട്ട് ഒത്തിരി പഴക്കം ചെന്നതാണ്, ഓൾഡ്. ടെൽ us about സൈസ് ആൻഡ് മെഷർമെൻറ്റ്. അതുപോലെ തന്നെ സൈസ് മെഷർമെൻറ്റ്. ജോൺ ഈസ് എ ടോൾ മാൻ, ടോൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്. ദിസ് ഫിലിം ഈസ് ലോങ്, ദിസ് ഫിലിം, ആ ഫിലിമിനെ കുറിച്ച് ഒരു ക്വാളിറ്റി പറയുകയാണ്, അത് ഭയങ്കര ദൈർഘ്യം ഏറിയതാണ്. ഇപ്പോൾ ലോങ് എന്ന് പറയുന്നത്. ടെൽ us about കളർ. അതുപോലെ കളർ, നമ്മൾ എന്തെങ്കിലും ദിസ് കളർ റെഡ് ഷർട്ട്, റെഡ് ഫ്ലവർ, അതുപോലെ റെഡ് സ്കേർട്ട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം വിശേഷണമാണ്, കളറെല്ലാം അഡ്ജക്റ്റീവിൽ വരുന്നതാണ്. ടെൽ us വാട്ട് സംതിങ് ഈസ് മെയ്ഡ് ഓഫ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഏത് തരത്തിൽ, എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇപ്പോൾ ദ ടേബിൾ ഈസ് വുഡൻ. ഇപ്പോൾ ടേബിളിൻ്റെ സവിശേഷതയാണ് അത് വുഡൻ ആണെന്നുള്ളത്, പലക കൊണ്ടുണ്ടാക്കിയ, മരം കൊണ്ടുണ്ടാക്കിയ ടേബിൾ ആണെന്നുള്ളത് സവിശേഷത, ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ അതൊരു അഡ്ജക്റ്റീവാണ്. ആ ഒരു ക്വാളിറ്റിയാണ് നമ്മുടെ ആ ഒരു നൗണിനുള്ളത്, ആ ടേബിളിനുള്ളത്. ഷി വോർ എ കോട്ടൺ ഡ്രസ്. അപ്പോൾ അവളുടെ സവിശേഷത അവൾ ഒരു കോട്ടൺ ഡ്രസ്സ് ധരിച്ചു എന്നുള്ളത്. അപ്പോൾ അതാണ് അഡ്ജക്റ്റീവ് അവിടെ വരുന്നത്. എക്സ്പ്രസ്, അവിടെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോട്ടൺ ഡ്രസ്സാണ്. എക്സ്പ്രസ് എ ജഡ്ജ്മെൻറ്റ് ഓർ എ വാല്യൂ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വിധി, ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് വിധിക്കുക, നമുക്ക് നമ്മുടെ തീരുമാനം അല്ലെങ്കിൽ ഒരു അഭിപ്രായം, നിലപാട് എന്താണുള്ളത്. അപ്പോൾ ദാറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ഫിലിം. ഞാൻ കണ്ടിറങ്ങിയ പടം എന്ന് പറയുന്നത് വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഫിലിമാണ്. ഫാന്റാസ്റ്റിക് ആണ് അവിടുത്തെ അഡ്ജക്റ്റീവ്. അതുപോലെ ഗ്രാമർ ഈസ് കോംപ്ലിക്കേറ്റഡ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമർ ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മുടെ ഒരു നിലപാട് അവിടെ വ്യക്തമാക്കുക. ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് വളരെ ദുർഘടം നിറഞ്ഞ സാധനമാണ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ. അപ്പോൾ അവിടെ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതുക. അപ്പോൾ അത് നമ്മൾ അഡ്ജക്റ്റീവ് കൊണ്ട് വിശേഷിപ്പിക്കാൻ സാധിക്കും. എക്സസൈസസ് നോക്കാം.
ഫസ്റ്റ് വൺ, ഷീ ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ ഹെർ സിസ്റ്റർ. അവിടുത്തെ കറക്ഷൻ എന്താണ്, അവിടുത്തെ തെറ്റെന്താണ്? അല്ല, ഗൂഗിൾ തന്നെ അവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഷീ ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ ഹെർ സിസ്റ്റർ, അവിടുത്തെ അഡ്ജക്റ്റീവിൽ ഷീ ഈസ് മോർ സ്ട്രോങ്ങർ എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, സ്ട്രോങ്ങർ മാത്രം മതി. ഇപ്പം നമ്മൾ മോർ സ്ട്രോങ്ങർ എന്ന് ഇപ്പം ചില വേർഡുകൾ അത് ഭയങ്കര നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ സാധാരണ പറയുന്നത് ആ ഒരു സിനിമ ഭയങ്കര നല്ലതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരം എന്നുള്ളതിന് അർത്ഥം എന്ന് പറയുന്നത് തന്നെ ഒരു ഡിഫിക്കൽറ്റി എന്നുള്ള ഒരു മീനിങ് ആണ് അതിൽ വരുന്നത്. പക്ഷെ നമ്മൾ സാധാരണ പറയുന്നത് ഭയങ്കര നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെയാണ് ഇവിടെ മോർ സ്ട്രോങ്ങർ എന്ന് പറയേണ്ട ആവശ്യമില്ല, സ്ട്രോങ്ങർ മാത്രം മതി. യു ഹാവ് മച്ച് ബുക്സ് അല്ല, മെനി ബുക്സ് ആണ്. ഓക്കെ, യു ഹാവ് മെനി ബുക്സ്. ഓക്കെ, ഷീ ഈസ് ഗ്രോയിങ് സ്ട്രോങ് ആൻഡ് സ്ട്രോങ് എവറി ഡേ. അവിടെ നമുക്കവിടെ ഷീ ഈസ് ഗ്രോയിങ് സ്ട്രോങ് ആൻഡ് സ്ട്രോങ് എന്ന് ഒരിക്കലും പറയത്തില്ല, സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. ലെറ്റ്സ് ഗോ ക്വൈറ്റ് സംവെയർ. അപ്പോൾ ആ ഒരു സെൻറ്റൻസിന് തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ലെറ്റ്സ് ഗോ സംവെയർ ക്വയറ്റ്ലി, നമുക്ക് എവിടെ നിശബ്ദമുള്ള ഒരു സ്ഥലത്ത് പോയി ഇരിക്കാം, അതാണ് ലെറ്റ്സ് ഗോ സംവെയർ ക്വയറ്റ്ലി. അതെ. ഹി വേസ്റ്റഡ് ഹിസ് ഓൾ വെൽത്ത്. ഹി വേസ്റ്റഡ് ഹിസ് ഓൾ വെൽത്ത്. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം. ഹി വേസ്റ്റഡ് ഓൾ ഹിസ് വെൽത്ത്, അങ്ങനെയാണ് സെൻറ്റൻസ് വരുന്നത്. അപ്പം ഇവിടെയെല്ലാം നമ്മൾ ഓരോ അഡ്ജക്റ്റീവ് മിസ്റ്റേക്ക് ആയിട്ടുള്ളതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ അതൊന്ന് നോക്കുക, എളുപ്പമുള്ള കാര്യമാണ്. അടുത്തത്, യൂസ് അഡ്ജക്റ്റീവ്സ് ഇൻ ദ പ്ലേസ് ഓഫ് അണ്ടർലൈൻഡ് ഫ്രേസസ്. ഈ ഫ്രേസസ് എന്നെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഫ്രേസസ് എന്താണെന്ന് ഇനി അടുത്ത മൊഡ്യൂളിൽ പഠിക്കാം. അപ്പം ആ ഫ്രേസസ് അവിടെ അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അഡ്ജക്റ്റീവ് എന്തൊക്കെയാണ്? ഈസ് എ ലിറ്റിജന്റ് ബൈ പ്രൊഫഷൻ. ലിറ്റിജന്റ് എന്ന് പറഞ്ഞാൽ ഒരു വക്കീൽ. ഈസ് എ പ്രൊഫഷണൽ ലിറ്റിജന്റ് എന്ന് പറയും, അല്ലേ? പ്രൊഫഷണലായിട്ടൊരു നിയമ വക്കീലാണ്. ഹി ഈസ് എ ലിറ്റിജന്റ് ബൈ പ്രൊഫഷൻ എന്ന് പറയേണ്ട ആവശ്യം. സാംസൺ വാസ് എ മാൻ ഓഫ് മൈറ്റ്. ശക്തിയുള്ള ഒരു മനുഷ്യൻ ആണ് സാംസൺ. സാംസൺ വാസ് എ മൈറ്റി മാൻ എന്നാണ് പറയുക. ടുഡേയ്സ് സൺസെറ്റ് ഈസ് ഓഫ് ഗ്രേറ്റ് ബ്യൂട്ടി. അവിടെ എന്താണ് പറയുക? ഓഫ് ഗ്രേറ്റ് ബ്യൂട്ടി എന്ന് പറയുന്നതിന് പകരം നമുക്ക് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയാം. ടുഡേയ്സ് സൺസെറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. Today's sunset is very beautiful. This is surely a position of great danger. അതിന് പകരം നമുക്ക് this surely a very dangerous position എന്ന് പറയാം. It is exactly 4 by the clock of the tower. ആ ഒരു സെൻറ്റൻസ് തന്നെ പ്രശ്നമാണ്. It is exactly 4 by the tower clock. It is exactly 4 by the tower clock. അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് എക്സാക്ട്ലി 4 by the clock of the tower എന്നൊരു അർത്ഥമില്ലാത്തൊരു സെൻറ്റൻസാണ്. അപ്പം അഡ്ജക്റ്റീവ് ഒരു സെൻറ്റൻസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് മനസ്സിലായില്ലേ? എന്താ? വെരി ബ്യൂട്ടിഫുൾ, മൈറ്റി, പ്രൊഫഷണൽ, ഡേഞ്ചറസ്, എക്സാക്ട്ലി 4 by the tower clock. അപ്പം ഇതൊക്കെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്.